നാം പല ജന്മങ്ങളിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ്. ചിലപ്പോൾ മില്യൺ ഉണ്ടായിരിക്കും, ചിലപ്പോൾ കുറച്ച് നാളെ 5 വർഷം 5 വർഷം ഉണ്ടായിരിക്കുന്നു. എത്രയാണെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു ആ സ്ഥലങ്ങൾ ജീവിക്കാനാണ് നമ്മളെ ഭൂമിയിലേക്ക് വന്നതെന്നാണ് ഒരു പറയുന്നത്. അതായത് നമ്മള് ഫാസ്റ്റ് ഏതോ ഒരു ഡോക്ടർ എന്തോ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തു നീന്തലിന്റെ ലോകമാണ് തന്നെ ആക്ച്വലി അത് ഈക്വൽ അതായത് നമ്മള് ഫാസ്റ്റ് ചെയ്ത എന്തോ ഒരു സമയത്തില് ഒരു റിയാക്ഷൻ ആണ് നമ്മൾ ഈ ഡോക്ടർ അനുഭവിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ഈ ഡോക്ടറിന്റെ കാര്യം നമ്മള് ഫാസ്റ്റ് ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മുടെ മോശം കാര്യങ്ങളുടെ ഒരു റിസർച്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം കൺസെപ്റ്റ് നമ്മൾ ഇതിനെ ചെയ്യുന്നു അത്രയും മാത്രം നമ്മുടെ ആ ബാലൻസ് ഈക്വലൈസ് ആകുകയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഫാസ്റ്റിൽ ചെയ്ത നല്ല കാര്യങ്ങളുടെയും മോശ കാര്യങ്ങളുടെയും ഫലങ്ങൾ എല്ലാം അതുകൊണ്ട് വഞ്ചനം നമ്മൾ നേരിടും. ആ വഞ്ചനങ്ങളുടെ ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ ആറാമത്തെ ഭാവം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ആറാമത്തെ ഭാവത്തിനെ വളരെയധികം ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. കാരണം ആറാമത്തെ ഭാവം ആത്മാവിന്റെ ഗുണം വരും. അധ്വാനിക്കുന്ന ക്യാഷ് നമ്മൾ ക്യാഷ് ഉണ്ടാകാനായിട്ട് എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഈ ആറാം ഭാവം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ക്യാഷിന്റെ പ്രോഗ്രസ് പറയണമെങ്കിൽ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ വളരെ നല്ലതാക്കി വെക്കണം എന്നുള്ളതാണ്. അപ്പൊ ആറാം ഭാവം കോൺഗ്രസിലുള്ളവർക്കാണ് ലൈഫും കടങ്ങളും മാതാപിതാക്കളും മാതാക്കൾ ഒത്തിരി എപ്പോഴും എപ്പോഴും ഏത് നേരവും എല്ലാവരുടെയും നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യമാണ്. നമുക്ക് ഒരു ദിവസം നമ്മൾ ആക്സിഡന്റ് ഇല്ലാതെ നമുക്ക് ഒരു ദിവസം ഒരു അസുഖം ഇല്ലാതെ നമ്മൾ ഒരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒത്തിരി എന്തൊക്കെ ദോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദോഷമുണ്ട്. അതുകൊണ്ടാണ് ദോഷം എന്നുള്ള കാര്യമല്ല നമുക്ക് നമ്മുടെ ഫാമിലി ബാഗേജ് ആയിട്ടാണ്. ഇപ്പൊ ദോഷം എന്താണെന്ന് വെച്ചാൽ ചോദിക്കുന്ന ആളുകൾ വിചാരിച്ചാൽ നമുക്ക് ദോഷം നമുക്ക് യാതൊരു കാര്യം പാടുകളില്ല നമ്മളെല്ലാം പരിശ്രമങ്ങൾ ചെയ്ത് നമ്മൾ മുന്നിലേക്ക് വന്നതാണ്. നമ്മൾ ദുഷ്കർമ്മങ്ങൾ അതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്റെ മോശം സാങ്കേതികമാണ്. അത് ഏത് വിധത്തിലുള്ളവരാണെങ്കിൽ അസ്ട്രോളജിക്ക് മതവും അല്ലെങ്കിൽ ജാതിയും ഒന്നും ഇല്ലാതെ വേണമെങ്കിൽ അവരുടെ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായൊക്കെ ഉള്ളത്. സോ നെക്സ്റ്റ് ടൈം നമ്മൾ ദോഷമുണ്ടോ ആ പ്ലാനറ്റിന് ദോഷമുണ്ടോ ഈ പ്ലാനറ്റിന് ദോഷമുണ്ടോ അത് അങ്ങനെ ആലോചിക്കുന്നതിൽ ഞാൻ ഒരു കാര്യം പറയാം. എല്ലാ ഗ്രഹത്തിലും ദോഷമുണ്ട്. എല്ലാ ഗ്രഹത്തിലും ദോഷമല്ല നമ്മുടെ സാധിക്കുവാണ്. അപ്പോൾ ഈ വളരെ ദോഷം ഇപ്പൊ നമ്മളൊരു റെമഡീസ് ഒരാളുടെ ലൈഫിൽ നമ്മൾ റെമഡീസ് കൊടുക്കാൻ കഴിയും. ഇത് എനിക്ക് വർക്ക് ചെയ്യുന്ന റെമഡി വേറൊരാൾക്ക് കഴിക്കണം. ഞാനിത് ഞാൻ റെമഡി എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്പിരിച്വൽ ടെക്നിക്കും പ്രാക്ടിക്കൽ ആയിട്ട് അപ്രോച്ച് ആണ് എൻ്റെ വേണ്ടി. ഞാൻ ഇപ്പോൾ പൂജ പരിഹാരം അല്ലെങ്കിൽ കല്ലുകൾ അല്ലെങ്കിൽ അതൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഇതിനനുസരിച്ച് എനിക്ക് അറിയുള്ളൂ ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണോ അതൊന്നും വർക്ക് ചെയ്യാത്ത കാര്യങ്ങളാണ്. കാരണം അതിന് തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്കൊരു ചിലപ്പോൾ ചില ആൾക്കാരൊന്നും നമ്മൾ ചോദ്യം നമ്മൾക്ക് വരും. അതായിരിക്കും നമ്മൾ വേണ്ടി ചിലപ്പോൾ അയാളോടായിരിക്കും നമുക്ക് ഫാസ്റ്റ് ബേർഡൻ ഉള്ളത് ഇതായിട്ടുള്ളത്. അപ്പോൾ ആ അയാളൊന്നും സാധനങ്ങളല്ലോ റെഡിയായിരിക്കും. ഒരാളൊന്നും സാധനങ്ങൾ നമ്മളെ കഴിവുകൾ മോശമാവുകയോ അല്ലെങ്കിൽ നമ്മൾ കഴിവ് ഇല്ലാത്തതായി പോവുകയോ അല്ലെങ്കിൽ നമുക്ക് വേണം ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലാതാവുകയോ ചെയ്യുന്നില്ല. ചിലപ്പോൾ അതായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ കൂടുതൽ എനർജി കൊടുക്കാനായിട്ട് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ നോക്കിയാൽ ഫുഡ്ബായിട്ട് ഞാൻ റെഡിയായിട്ട് പറയും. അങ്ങനെ തന്നെയാണ് ഒരു വിധത്തിലുള്ള റെമഡി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ ടൈപ്പ് ഓഫ് റെമഡിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും ഒരേ റെമഡി അങ്ങനെയുള്ള കാര്യങ്ങളില്ല. കാരണം ഓരോരുത്തരുടെ ലഗ്നത്തിന് കൊടുക്കുന്നതായ റെമഡി എഴുതണം. ഓരോരുത്തരുടെ 6 ഹൗസിൽ എന്തൊക്കെയാണ് പാർഷ്യൽ
അതിനെക്കൊണ്ട് മാത്രമായിട്ടുള്ള വേറെ എന്തുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഭയങ്കര രാജ്യമാണ് ഫ്രണ്ട്സിനോട് ഡിസ്കൗണ്ടിലേക്കുള്ള രാജ്യവും ഉണ്ട്. ഒരു ഭയങ്കര ഒരു രാജ്യവും കൂടിയാണ്. ഈ ആറാം ഭാവത്തിൽ നമുക്ക് പഠിക്കുന്നത് നമുക്കൊരു ഗവൺമെന്റ് ജോബിനുള്ള സ്കീമുണ്ടല്ലോ. ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് കുറവാണ്. ഇപ്പൊ നമ്മൾ ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഈ ബാംഗ്ലൂരിൽ ഗവൺമെന്റ് ജോലി പറ്റുന്ന ലൈഫ് സർവീസ് നോക്കിയാൽ മതി. അവരുടെ ലൈഫ് എന്തെങ്കിലും സുഖമായിരിക്കുന്നുള്ളതാണ്. നേരിട്ട് ഗവൺമെന്റ് ജോലി പറ്റുന്നതിന്റെ ഒരു ആറാം ഭാഗങ്ങളിൽ കൂടുതലായിട്ടായിരിക്കും ഇത് ഫേസ് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് ജോബ് കിട്ടുകയെന്ന് വെച്ചാൽ അതിനെക്കൊണ്ട് മാത്രമായിട്ടുള്ള വേറെ എന്തുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഭയങ്കര രാജ്യമാണ് ഫ്രണ്ട്സിനോട് ഡിസ്കൗണ്ടിലേക്കുള്ള രാജ്യവും ഉണ്ട്. ഒരു ഭയങ്കര ഒരു രാജ്യവും കൂടിയാണ്. ഈ ആറാം ഭാവത്തിൽ നമുക്ക് പഠിക്കുന്നത് നമുക്കൊരു ശീലമുണ്ട്. ആറാം ഭാവത്തില് ആറാം ഭാവത്തിൽ ചെറിയൊരു നമുക്ക് കണക്ട് നമുക്ക് കരിയറിൽ മറ്റുള്ളവരുമായിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് ജോലി ചെയ്യുന്നതാണ്. ചിലപ്പോൾ ആറാം ഭാവമാണ് സ്പോർട്സ് ആർമി ഇതൊക്കെ നമുക്ക് മെയിൻ ഭാവം. കോമ്പറ്റീഷൻ നീറ്റില് നമുക്ക് നല്ല സ്പോർട്സ് നല്ല ആറാം ഭാവമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഗുണമാണ് വഞ്ചന എന്ന് പറയുമ്പോൾ ഫാസ്റ്റിൽ നിന്നും നല്ല കാര്യങ്ങളും ചിന്തിപ്പിക്കും, മോശം കാര്യങ്ങളും ചിന്തിപ്പിക്കുന്നതാണ്. അതിനെ വിഭജിച്ച് അറിയുക എന്നത് അതൊരു അസ്ട്രോളജിക്കൽ ബ്രില്യൻസ് ആണ്. അവരെ അസ്ട്രോളജർ പഠിച്ച ബ്രില്യനോ എപ്പോഴും പറയും ഈ പ്രഡിക്ഷൻ ആക്യുറസി എന്ന് പറഞ്ഞാൽ അത് അവരുടെ പേഴ്സണൽ ബ്രില്യൻസ് ആണ്. അവരുടെ ലൈഫ് സ്റ്റൈലിൽ അവർ കൊണ്ടുവരുന്നതും അവരുടെ സെൽഫ്, അവരുടെ സ്പിരിച്വാലിറ്റി, അവരുടെ മൊറാലിറ്റി, അവരുടെ നോളജ് അതിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് പ്രഡിക്ഷൻ ആക്യുറസി. അതിനകത്ത് വേറെ അതൊക്കെ പല കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാ അസ്ട്രോളജേഴ്സും അതിനകത്ത് ഞാൻ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രഡിക്ഷൻ ആക്യുറസി എന്ന് പറഞ്ഞാൽ അത് ഒരു അസ്ട്രോളജറിന്റെ പേഴ്സണൽ ഇത് തന്നെയാണ്. ഇപ്പം നമുക്ക് ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചത് തോന്നിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഹൗസാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എനിക്ക് പറഞ്ഞിങ്ങനെ മൈഗ്രേറ്റ് ഫുൾ വൈബ്രേഷനുകളാണ്. ഭയങ്കര മൈഗ്രേറ്റ് അതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ദിവസം ഭയങ്കര മൈഗ്രേറ്റ്